Hello friends, welcome back and you're watching AT Gaming. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ കുറേ ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോയുടെ ഗെയിം പ്ലേയും കാര്യങ്ങളും നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ CS 49 സ്റ്റാർ അടിച്ചേക്കാണ് ഫ്രണ്ട്സ്. 49 സ്റ്റാർ ഒരു രക്ഷയില്ല. നമ്മൾ ഫുള്ള് റാങ്ക് പുഷിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ ഈ ഇടയ്ക്കായിട്ട് അതിൻ്റെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു, കാര്യങ്ങൾ നമുക്ക് ഇടാൻ പറ്റിയില്ല അത് കാരണം. അപ്പോൾ നമ്മൾ ഒറ്റ സ്റ്റാറും കൂടെ വന്ന് ഈ മാച്ച് നമ്മൾ ജയിച്ചാൽ ഉറപ്പ് നമ്മൾ മാസ്റ്ററാണ്. 50 സ്റ്റാർ ഈ സീസൺ നമ്മൾ മാസം അടിക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഇപ്പം നമുക്ക് നമ്മുടെ മെയിൻ എയിം എന്ന് വെച്ചാൽ ഇന്ന് മാസ്റ്റർ അടിക്കണം, ബൂയി അടിക്കണം. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, എടാ ഞാനും വരാം, റാങ്ക് പുഷ് ചെയ്യാൻ, CS റാങ്ക് പുഷ് ചെയ്യാൻ 4ാം പ്ലെയർ ഡിസൂസ പറഞ്ഞു. എൻ്റെ കൂട്ടുകാരാണ് ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ടാണ്. പറഞ്ഞാൽ ഞാനും കൂടാന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ റാങ്ക് പുഷ് ഇറങ്ങിക്കോ കേട്ടോ. അപ്പം ഫ്രണ്ട്സ്, അപ്പം വേറെ കാര്യമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട് ചാനലെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ. 70 സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനൽ പിന്നിട്ട് കാണും ഫ്രണ്ട്സ്. താങ്ക് യു സോ മച്ച്. അപ്പം സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം സപ്പോർട്ട്, നിങ്ങളുടെ കുറച്ചും കൂടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പം വളരെ സന്തോഷമുണ്ട് ഇത്രയും, അതായത് ഇവിടം വരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വളരെ താങ്ക് യു. ഇനിയും മാക്സിമം നമ്മുടെ ചാനൽ കാണാത്തൊരു മാക്സിമം സബ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു റൗണ്ട് നമ്മൾ പിടിച്ചായിരുന്നു. നോക്കുമ്പോൾ നമ്മൾ കിങ് ഫിഷറൊക്കെ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. പൊക്കത്ത് ഫുൾ ടീമുണ്ട് കേട്ടോ. ആ സിമെൻറ്റ് വീട്ടിൽ മെയിൻ താരമാണ് ആ സിമെൻറ്റ് വീട്. അപ്പോൾ ഒന്നും നോക്കിയില്ല, പൊക്കത്തൊരു പ്ലെയറും കാര്യങ്ങളൊക്കെ കയറിയായിരുന്നു. അത്യാവശ്യം നല്ല ഡാമ് കൊടുത്തു. അപ്പം പ്ലെയറിന് നോക്കൊക്കെ ഇട്ടുണ്ട്. ഇവിടെ ഒന്നും ശരിയാവില്ല, നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്, ഇടിച്ച് ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. അവന്മാർ ഭയങ്കര ഇതാട്ടോ. അവന്മാർ സത്യം പറഞ്ഞ ഫ്രണ്ട്സ്, ഇപ്പോഴത്തെ ഈ ഫ്രീ ഫയർ മാക്സിൽ ഗൺസും കാര്യങ്ങളും ഭയങ്കര റീകോയിലാണ്. ചില AK-47 ഭയങ്കര റീകോയില, MP40 റീകോയില. അതായത് ഫേക്ക് ഡാമേജിനെ കൊണ്ടെന്നൊക്കെ പറഞ്ഞാൽ, ഫേക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഹെഡ് എന്നൊക്കെ അടിക്കുമ്പോൾ ഫുള്ള് ഫേക്ക് ഡാമേജ് ഇപ്പോൾ കയറുന്നത്. വൺ ബഗ് ശരിക്കും പറഞ്ഞാൽ. എൻ്റെയൊക്കെ അഭിപ്രായത്തിൽ, നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോഴത്തെ ഫ്രീ ഫയർ, അതായത് ഗറീന ഫ്രീ ഫയറിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ഫാക്ടറിയുടെ ഒക്കെ അവസ്ഥ നോക്കിയേ. ആടെ അങ്ങനെയൊക്കെ ഫാക്ടറി ആരെങ്കിലും പാണിയോടാ? ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. അങ്ങനെയൊക്കെ ഫാക്ടറി പാണിയോ അറിയാമെന്ന് ചോദിക്കുക. അമ്മാതിരി പരിപാടി അവന്മാർ കാണിച്ചിരിക്കുന്ന ഫാക്ടറിയിൽ. മര്യാദയ്ക്കിരുന്ന ഫാക്ടറിയാണ്. ഈ കൂടുതൽ എന്നെ മോഡിഫിക്കേഷൻ വരുത്താനാണ്. എന്നിട്ട് നമ്മൾ 2 റൗണ്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കിങ് ഫിഷർ വിളിച്ച് ഒരു നോക്ക് ഇട്ടായിരുന്നു, മതി നമുക്ക്. ഇപ്പം വേറെ ടീംമേറ്റ് കില്ല് ഉമ്മിയ വലിയ സീനൊന്നുമില്ല ഫ്രണ്ട്സ്. ഇപ്പം വേറെ രീതിയിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ എയിം എന്ന് വെച്ചാൽ ബൂയാണ്. കില്ല് ഉമ്മിയ ഒരു സീനും ഇല്ല, നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. കില്ല് ഉമ്മിയ ഞാൻ പറഞ്ഞു, കില്ല് ഉമ്മിയ വലിയ സീനാക്കൊന്നും വേണ്ട, നമുക്ക് ജയിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഈ മാച്ച് നമ്മൾ ബൂയി അടിച്ചാൽ ഉറപ്പായിട്ട് മാസ്റ്ററാണ്. അപ്പം എക്സമേറ്റും കിങ് ഫിഷറൊക്കെ എടുത്താണ് നമ്മൾ പോകുന്നത്. എന്താവോ ഈ റൗണ്ട് അവന്മാർ പിടിക്കാൻ ചാൻസ് കൂടുതലാട്ടോ. എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എക്സമേറ്റൊക്കെ വെച്ച് വൻ ഷോ കാണിച്ചിങ്ങനെ പോവാണ്. ഞാൻ എപ്പോൾ ചെന്നാലും എനിമിയുടെ അണ്ണാക്കരടേ. അവന്മാരെപ്പോൾ എന്നെ പണി വെച്ചങ്ങ് പോകും. ഞാൻ എന്നെ ചെയ്തു കേട്ടോ. ഞാൻ എപ്പോൾ നോക്കിയാലും എനിമിയുടെ അണ്ണാക്കിലേക്ക് ഇവന്മാർ. ഞാൻ CS എവിടെയെങ്കിലും തുടങ്ങുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ കളിക്കും, ഞാനായിരിക്കും. ന്യൂബന്മാരുടെ കയ്യിൽ നിന്ന് വേറെ ഞാൻ ന്യൂബന്മാരുടെ കയ്യിൽ നിന്നൊക്കെ ഞാൻ അടികൊണ്ട് ചാവിടെ. എൻ്റെ അവസ്ഥ ആലോചിക്കണം നിങ്ങൾ. വন্য ഊമ്പലേ എൻ്റെയൊക്കെ അവസ്ഥ ഇപ്പോഴത്തെ. എക്സമേറ്റ് കിങ് ഫിഷറൊക്കെയാണ് എടുത്ത് കളിക്കുന്നത് നമ്മൾ. എന്താവോ എന്തോ. ഇത് അപ്പുറം ഒരാൾ നോക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. പൊക്ക നോക്കാം. ഇങ്ങോട്ട് ഇടുന്ന് ഒരു നോക്കേ. ഈ പെണ്ണിനല്ലേ നമ്മളടുത്ത് അടിച്ചിട്ടത്? ഡിസൂസ ഓക്കെ, നമ്മൾ പൊക്കിയിടാം. ഇങ്ങോട്ട് ഇടുന്നോ നീ? അടി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഗെയിം പ്ലേ ഒക്കെ ഇഷ്ടപ്പെട്ട ദിവസം കമൻറ്റ് ചെയ്യണം. നിങ്ങൾ കമൻറ്റ് ചെയ്യാതെ മാക്സിമം പോവല്ലേ. നമുക്ക് അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടി നമ്മൾ ലൈവ് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടീമേറ്റ് സോണത്ത് നോക്കി കിടക്കുന്നുണ്ട്, അവനെങ്ങനെ പൊക്കി നമ്മൾ ചാവും. അപ്പോൾ ഒറ്റടുത്തും കൂടെ ഉള്ളൂ, 3 vs 1. അവൻ എന്തായാലും എടുക്കാൻ പറ്റില്ല, എനിക്ക് ഉറപ്പാണ്. ഞാൻ എന്തിനാണ് എടുക്കുന്നത്? ഉറപ്പാണ്. പിന്നെ അയ്യോ അടിക്കില്ലേ പെരിച്ചാടി മോൻ, ഒളിച്ചിക്ക് വരുന്നവേ. നോക്കിയടാ, എന്നതാടാ ഇത്? നെറ്റ് പോവാടാ, എന്നതാടാ ഇത്? തല്ലി പൊട്ടിയ നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടു. ഈ സമയത്ത് മാത്രം അവിടെ നെറ്റ് പോകുന്നത് കണ്ട. എൻ്റെ കില്ല് കുമ്മി. ഗുമ്മിയവൻ്റെ സീനും തന്നെ ഞാൻ പറഞ്ഞു ഫ്രണ്ട്സ്. ലാസ്റ്റ് റൗണ്ട് ലാസ്റ്റ് റൗണ്ട് ഒരു രക്ഷ. ഈ മാച്ച് കൊണ്ട് ഉറപ്പാണ് മാസ്റ്റർ ഫ്രണ്ട്സ്. 3 മുട്ടയ്ക്കാണ് അവന്മാർ നിർത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുള്ള ഫുൾ റെഡ് അടിച്ചിട്ടാടാ എക്സമേറ്റ് വെച്ച്. എന്നതാടാ എൻ്റെ ഒക്കെ അവസ്ഥ?
ഫ്രണ്ട്സ് ഈ ഒട്ടും ഇഷ്ടമാണ്. ചില സമയത്ത് ഈ AK വെച്ച് കളിക്കുമ്പോൾ റീകോയിൽ എന്നൊക്കെ പറഞ്ഞാണല്ലോ, ഷോർട്ട് റേഞ്ച് ഗൺസ്, അതായത് MB40 ഭയങ്കര സീനാണ്, നല്ല റീകോയിലാണ്. MB40 നല്ല റീകോയിൽ അടിക്കും. പിന്നെ MIT M10 അങ്ങനത്തെ പ്രശ്നമില്ല. ആ റേഞ്ച് ഷോർട്ട് ഗൺസിലൊന്നും ഒരു കുഴപ്പമില്ല. MIT M10 അങ്ങനത്തെ ഷോർട്ട് റേഞ്ച് ഗൺസിന് ഒരു കുഴപ്പമില്ല. ഇല്ലേ? ഇല്ല. അങ്ങനത്തെ ഗൺസിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഈ MB40 ഭയങ്കര റീകോയിൽ, MB40 AK-47 ഒക്കെ. അപ്പോൾ ഒരുത്തൻ നമ്മൾ സ്പോട്ട് ചെയ്യുന്നു കേട്ടോ. മറ്റേ പൊക്കത്തുണ്ട്. എക്സമേറ്റ് ചെയ്ത് നമുക്ക് അടിച്ചിടാം അവനെ. എവിടെ ഓക്കെ കണ്ടു. ഓക്കെ, അവനെ നോക്കി കേട്ടോ ഫ്രണ്ട്സ്, അവനെ നോക്കി ആയിട്ടുണ്ട്. കറക്റ്റ് ടൈമിൽ വെറും 2 പേരും കൂടെ കേട്ടോ. 4 vs 2. 2 vs 4 ആണ്. കിണ്ണം ഗെയിം പ്ലേ, ഒരു രക്ഷയില്ല. അപ്പോൾ സീനാണ്. പിന്നെ നമ്മുടെ ടീംമേറ്റ്സ് ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ പോകുന്നു. ബൂയേ, അതൊക്കെ അത്രേ ഉള്ളൂ. കളിയിച്ചു ഫ്രണ്ട്സ്, കളിയിച്ചു. എടാ മോനെ സീന്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ട ദിവസം കമൻറ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ ഫസ്റ്റ് സീസൺ നമ്മളങ്ങനെ മാസ് അടിച്ചു ഫ്രണ്ട്സ്. എൻ്റെ മോനെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ മാസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു കാണാം.